മുനമ്പത്ത് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുത ഇല്ല എന്ന് ഹൈക്കോടതി. കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കി. ഭൂവിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബോർഡും ട്രിബ്യൂണലുമെന്നും കോടതി. സർക്കാർ പ്രവർത്തിക്കുന്നത് യാന്ത്രികമായെന്ന് കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് വിധി പറഞ്ഞത്. ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഗുരുതരമായ വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി. ഈ മുനമ്പം കമ്മീഷന് നിയമസാധുതയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയല്ലേ? ഇനി അപ്പീൽ പോകാനാണ് തീരുമാനം എന്ന് കേൾക്കുന്നു. അപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ മറികടക്കാനാണ് സർക്കാർ? ലക്ഷ്മി, ഇത്തരം ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് വഖഫ് സംരക്ഷണ വേദിയായിരുന്നു. സർക്കാരിൻ്റെ ഈ നടപടി, അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച നടപടി നിയമവിരുദ്ധമാണ്, ഇത് റദ്ദാക്കണം എന്ന ആവശ്യമായിരുന്നു ഈ ഹർജിക്കാർ ഉന്നയിച്ചത്. എന്നാൽ സർക്കാർ ഇതിൽ പ്രധാനമായും വാദം ഉന്നയിച്ചിരുന്നത് ഇത്തരം ഒരു ഹർജി നൽകാൻ വഖഫ് സംരക്ഷണ വേദിക്ക് അധികാരമില്ല. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടോ യാതൊരുവിധ അധികാരവുമില്ലാത്ത അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ആളുകളാണ് ഇത്തരം ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് ഈ ഹർജി തള്ളണം എന്നൊരാവശ്യം സർക്കാർ ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, സർക്കാർ ഉന്നയിച്ച വാദം ഇത് വസ്തുതാ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കലല്ല, വസ്തുതാ അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നതായിരുന്നു. നമുക്കറിയാം, ഈ മുനമ്പത്തെ വഖഫ് ഭൂമി സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഭൂമി പ്രശ്നം സംബന്ധിച്ച് വലിയ തർക്കം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന ഒരു പോംവഴി ഇത്തരം ഒരു കമ്മീഷൻ നിയമിക്കുക എന്നത് മാത്രമായിരുന്നു. കാരണം ഈ വഖഫ് സംരക്ഷണ വേദി, അതോടൊപ്പം തന്നെ സമരം നടത്തുന്ന ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ എല്ലാവരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്താണ് ഇത്തരം ഒരു കമ്മീഷൻ നിയമിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിനെയാണ് ഈ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി ഈ കേസിൽ വാദം നടത്തുന്നതിനിടയിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിന് ഇത്തരം ഒരു കമ്മീഷൻ നിയമിക്കാൻ സാധിക്കുക എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഫറൂഖ് കോളേജ്, ഈ വഖഫ് സംരക്ഷണ വേദിക്കൊപ്പം തന്നെ ഈ മുനമ്പത്ത് സമരം നടത്തുന്ന ആളുകൾ തുടങ്ങിയവരെല്ലാം തന്നെ ഇതിൽ കക്ഷിയായിരുന്നു. ഫറൂഖ് കോളേജ് കോടതിയിൽ അറിയിച്ചത് ഇത് ഇഷ്ടദാനമായി കിട്ടിയ ഭൂമിയാണ്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് വിൽപ്പന നടത്തുകയായിരുന്നു എന്നായിരുന്നു. എന്നാൽ സമരക്കാർ അതിൽ വാദം ഉന്നയിച്ചിരുന്നത് ഈ ഭൂമി ഫറൂഖ് കോളേജിൽ നിന്ന് തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണ്, തലമുറകളായി തങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്, അത്തരത്തിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, വഖഫ് ഭൂമി അല്ല എന്നതായിരുന്നു. ഇതിൽ നിയമപരമായൊരു വിഷയത്തിലേക്ക് കോടതി എത്തിയത് ഇത്തരം ഒരു കമ്മീഷൻ നിയമിക്കാനുള്ള ഒരു അധികാരം സർക്കാരിനില്ല എന്ന് തന്നെയാണ്. കാരണം വഖഫ് ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനം അനുസരിച്ചോ ആണ് ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കേണ്ടത്. ഇത്തരം ഒരു തർക്കം വഖഫ് ട്രിബ്യൂണലിൻ്റെ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിൽ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കമ്മീഷൻ നിയമിച്ചത്. കമ്മീഷൻ നിയമിക്കുമ്പോൾ സർക്കാർ മൈൻഡ് അപ്ലൈ ചെയ്തല്ല, യാന്ത്രികമായിട്ടാണ് ഇത്തരം ഒരു കമ്മീഷൻ നിയമിച്ചത് എന്ന് കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മറികടക്കാൻ സർക്കാരിന് മുന്നിലുള്ള ഒരു വഴി അപ്പീൽ നൽകുക എന്നതാണ്. ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയും ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഈ ഒരു കമ്മീഷന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ കോടതി ഇന്ന് ഈ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് കൃത്യമായി ഈ കമ്മീഷനെ എന്തിനാണ് നിയമിച്ചത് എന്നത് സംബന്ധിച്ച് സർക്കാർ ഒരു കൃത്യമായ വിശദീകരണം കോടതിക്ക് നൽകിയില്ല എന്നാണ്. ഈ രീതിയിൽ കൃത്യമായൊരു വിശദീകരണം ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നൽകാൻ സാധിച്ചാൽ ഒരു പക്ഷേ കമ്മീഷൻ തുടരാം. ഏതായാലും കമ്മീഷൻ ഇപ്പോൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കമ്മീഷൻ ചെയ്യുക എന്നാണ്. നിലവിൽ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയുമാണ്. ഇനി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു തീരുമാനം എത്തിയതിനു ശേഷമായിരിക്കും ഈ കമ്മീഷൻ ഇനി ഭാവിയിൽ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തുക. ശരി, സർക്കാർ ഏതായാലും അപ്പീൽ പോവുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം, റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.